തെക്കു കിഴക്കു നല്ല മലഞ്ചൂരിലെ കാട്ടിൽ നിമൃതേ മലഞ്ചൂരിൽ വെട്ടി നല്ല മഞ്ഞ വിതച്ചു നിമൃതേ തെക്കു കിഴക്കു നല്ലൊരു മലഞ്ചൂരിലെ കാട്ടിൽ നിമൃതേ മലഞ്ചൂരിൽ വെട്ടി നല്ല മഞ്ഞ വിതച്ചു നിമൃതേ. കഠിനാധ്വാനത്തിന്റെയും പരിശ്രമത്തിന്റെയും കഥകൾ ഒരുപാട് പറയാനുള്ള ഒരിടം കൂടിയാണ് ഓരോ കലോത്സവ വേദികളും. അത്തരത്തിൽ നിരന്തരമായ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും കൊണ്ട് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ വേദിയിൽ എത്തി നിൽക്കുകയാണ് ഇരിങ്ങാലക്കുട നാഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പരിചമുട്ട് സംഘം. പഠനത്തോടൊപ്പം തന്നെ കലയ്ക്കും തുല്യ പ്രാധാന്യം നൽകുന്ന ഇവർക്ക് കഠിനാധ്വാനത്തിന്റെ കഥകൾ ഒരുപാട് പങ്കുവയ്ക്കുവാനുണ്ട്. പ്ലസ് ടു വിദ്യാർത്ഥികൾ ഭൂരിഭാഗം ആൾക്കാരും എന്താ പറയുക, പാർട്ട് ടൈമായിട്ട് അവരുടെ സ്കൂൾ ടൈം കഴിഞ്ഞിട്ട് വർക്കിന് പോകുന്ന കുട്ടികളാണ്. അതും പഠിത്തവും അവരുടെ വർക്കും കഴിഞ്ഞിട്ട് മിക്കവാറും രാത്രി സമയങ്ങളിൽ ഞങ്ങളുടെ സമീപ പ്രദേശങ്ങളിലെ ഷട്ടിൽ കോർട്ടുകളും ഞങ്ങളുടെ തന്നെ സഹൃദരായിട്ടുള്ള അയൽവക്കക്കാരുടെ മുറ്റങ്ങളൊക്കെ എടുത്തിട്ടാണ് മിക്കവാറും ഞങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ക്ഷീണം എല്ലായ്പ്പോഴും എൻ്റെ കുട്ടികളുടെ മുഖത്ത് സ്പർശിച്ച് കാണാറുണ്ട്. ഇപ്പം എനിക്ക് കണ്ടതിൽ വെച്ച് എൻ്റെ ബെസ്റ്റ് ടീമാണ് ഈ ടീം. കാരണം എനിക്ക് സംബന്ധിക്കുമ്പോൾ എൻ്റെ പ്രൊഫഷൻ വേറെയാണ്, ഇതെൻ്റെ പാഷനാണ്. അപ്പോൾ ഒരു കാര്യം ഇവരെ പഠിപ്പിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവരതിൻ്റെ എക്സ്ട്രീം ചെയ്യും. കാരണം ഇവർ അതിലെന്തൊക്കെ ഉൾക്കൊള്ളിക്കാൻ പറ്റുമോ ഇവരുടെ കോൺട്രിബ്യൂഷനായിട്ട് ഇവരത് ഉൾക്കൊള്ളിക്കും. അതാണ് ഇവരുടെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി ആയിട്ട് ഞാൻ കണ്ടേക്കണേ. അപ്പോൾ കാലിന് ലിഗ്മെൻറ്റിന് പ്രശ്നമുണ്ട് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആ പ്രോബ്ലങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെ ഇത്രയും ഊർജ്ജം ഒട്ടും ചോർന്നു പോകാതെ തന്നെ ഇത്ര മനോഹരമായി കളിക്കാൻ എങ്ങനെ സാധിക്കുന്നു? അത് നമ്മളിപ്പോൾ ഈ പരിചയപ്പെട്ട ആർട്സിൽ ഇങ്ങനെ ആദ്യമായിട്ടാണ് വരുന്നത്. പരിചയപ്പെട്ട് ഇവിടെ കളിക്കുന്ന എല്ലാവരും ആദ്യമായിട്ട് കളിക്കുന്നവരാണ്. ഇതിന് മുമ്പ് കേട്ട് പരിചയമില്ലാത്തവരാണ്. സ്കൂൾ സാറിനെ പറഞ്ഞു ഇങ്ങനെ ഉറപ്പൊരു ടീം ഉണ്ടാക്കി അങ്ങനെ വന്നതാണ്. തുടക്കത്തിലൊക്കെ ഒരു ഡിഫിക്കൽട്ട് ഉണ്ടായിരുന്നു. പിന്നെ അതിനുള്ള ഇഷ്ടം കാരണം വേദന സഹിച്ച് പിന്നെ അത് ശീലമായി. പിന്നെ അത് കുഴപ്പമില്ലാണ്ട് അയാൾ സഹിച്ച് പിടിച്ച് കളിക്കായിരുന്നു. ഞങ്ങളിപ്പോൾ പഠിപ്പിക്കുന്നത് ഔട്ടത്തൂരുള്ള ഗ്രൗണ്ട് ഔട്ടത്തൂരുള്ള ശരത്ത് എന്ന് പറയാനാണ്. ആള് ഈ പറഞ്ഞ പോലെ ഇതിൽ പാഷനായിട്ടുള്ളത്. ആൾ മുമ്പ് ഞങ്ങൾക്കിപ്പോൾ 15-17 വയസ്സുള്ളവരാണ്. ഞങ്ങളുടെ അതേ പ്രായത്തോടുള്ള ആൾക്ക് ഇതിൽ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. അപ്പോൾ ആൾ ഞങ്ങൾക്ക് പഠിപ്പിക്കുന്നത്. പിന്നെ ആൾ ഈ മേളം ആണ് പ്രൊഫഷൻ. അപ്പോൾ ആൾ മേളത്തിൻ്റെ സമയം കഴിഞ്ഞ് കൊട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങളാണ് പഠിപ്പിക്കുന്നത്. ആള് ഞങ്ങളപ്പം ഏറ്റവും സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നത്. ഞങ്ങളുടെ ഒരു ഭാഗ്യം തന്നെ പറയാൻ ആളെ കിട്ടിയത്. ആളില്ലാന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഈ എന്തായാലും സ്റ്റേറ്റ് എത്തില്ല, ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. എ ഗ്രേഡിന്റെ തിളക്കത്തോടെയാണ് ഇരിങ്ങാലക്കുടയിൽ നിന്നുള്ള ഈ പരിചമുട്ട് സംഘം തിരിച്ച് വണ്ടി കയറുന്നത്. നാടിനും സ്കൂളിനും ഒക്കെ അഭിമാനമായിരിക്കുകയാണ് ഈ പുലിക്കുട്ടികൾ. തീർച്ചയായിട്ടും വരും വർഷങ്ങളിലും കൂടുതൽ ഉന്നതങ്ങളിലെത്താൻ ഇവർക്ക് സാധിക്കും എന്ന് തന്നെ ആശംസിക്കാം. ക്യാമറമാൻ ബിനോജ് പി സോമനൊപ്പം സോന കണ്ടത്തിൽ ഫിലിപ്പ്, കൈരളി ന്യൂസ്.